നമ്മുടെ അനക്ക് ഫോൺ വിളിച്ചതിന് ശേഷം പെട്ടെന്ന് കട്ടാക്കിയല്ലോ. അതിൻ്റെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അത് തന്നെയല്ല നമ്മുടെ ആദർശിനെ ഫോൺ വിളിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആദർശ് ഇങ്ങനെ വരിക കേട്ടോ. അതിന് മുന്നായിട്ട് നമ്മുടെ അനഘയുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറയുകയാണ്, ആ കുട്ടിയാണെങ്കിൽ അവിടെ ആശുപത്രിയിലാണ്, ICUലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും എന്താ ആ കുട്ടിക്ക് അസുഖം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബ്രെയിൻ ട്യൂമറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ഇങ്ങനെ മുത്തശ്ശൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആദർശ് വരുന്നത്. ആദർശ് വരുന്നത് സംസാരിക്കുമ്പോഴത്തേക്കിനും അനഘ എന്ന് പറയുന്നൊരു കുട്ടീനെ നിനക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല മുത്തശ്ശൻ ആരാ എന്താന്നൊക്കെ കാര്യമെന്ന് പറയും കേട്ടോ. ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ആശുപത്രിയിലോട്ട് പോകണം, അവിടെ ഒരാളെ കാണാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ ആദർശിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ അഭി വണ്ടിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇവനും വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അന്നത്തേക്കും നമ്മുടെ അഭിയുടെ അടുത്ത് പറയും, നീയും കൂടെ ഞങ്ങളുടെ കൂടെ വാന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അഭി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ മുത്തശ്ശ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഒരു സ്ഥലം വന്നു കഴിഞ്ഞിട്ട് അവിടെ വെച്ച് പറയാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വണ്ടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ അഭിയും കൊണ്ട് മുത്തശ്ശനും ആദർശം ഇങ്ങനെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അഭി ഇങ്ങനെ പേടിക്കുന്നുമുണ്ട്, പക്ഷേ വണ്ടിയിൽ കയറുമ്പോഴത്തേക്കിനൊക്കെ ഒരു മുഖഭാവമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അഭി ഇങ്ങനെ പേടിച്ച് പറിച്ചിട്ടാണ് മുത്തശ്ശന് മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്തും ഇങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ആദർശം നിനക്ക് കുട്ടീനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മുത്തശ്ശ എന്ന് പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും അഭിയെയാണ് എനിക്ക് സംശയം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ മുത്തശ്ശൻ അഭിയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല മുത്തശ്ശ എനിക്കൊന്നും അറിയത്തില്ലെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഡോക്ടർമാരൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ആ കുട്ടിയുടെ കാര്യം എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് കഴിയുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് ആ കുട്ടീനെ ഒന്ന് കയറി കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ആ കുട്ടീനെ കയറി കാണാൻ നമ്മുടെ അനഘയുടെ അടുത്തോട്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അനഘ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത് കേട്ടോ. കണ്ണിക്കൂടെ വെള്ളമെല്ലാം വന്നിട്ട് ഇങ്ങനെ ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ മാസ്കൊക്കെ വെച്ചിട്ട് കിടക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കും, അത് ആരാണ്, എൻ്റെ 3 കൊച്ചുമക്കളിൽ ആരാണ് എന്നൊക്കെ ചോദിക്കും കേട്ടോ. ആദർശാണോ അഭിയാണോ അനിയാണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അന്നത്തേക്കിന് അത് ഇങ്ങനെ പറയാൻ വരുമ്പോഴത്തേക്കിനും നമ്മുടെ അനഘയ്ക്ക് അത് പറയാൻ പറ്റാതെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ അനഘ മരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും മുത്തശ്ശനങ്ങ് ഷോക്കാവുകയാണ്. ആരാണെന്ന് അറിഞ്ഞതുമില്ല. മൊത്തം കൺഫ്യൂഷനായി കേട്ടോ. പിന്നീട് ആശുപത്രിയുടെ റൂമിൽ നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമ്മുടെ അഭിയും ആദർശവും ഒക്കെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നത്തേക്കിനും എന്തായാലും മുത്തശ്ശ ഇപ്പം അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദൈവമേ അവളെന്തെങ്കിലും പറഞ്ഞു കാണുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തായി മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ആ കുട്ടി ഒന്നും പറയാതെ പോയി എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ അഭിക്ക് നല്ല രീതിയിൽ സന്തോഷമൊക്കെ ആകുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ കൂട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു, ആ കുട്ടിയുടെ അച്ഛൻ്റെ കാര്യം ഇങ്ങനെ ആദ്യം വരുമ്പോൾ തന്നെ കൂട്ടുകാരനോട് ചോദിക്കുമ്പോഴത്തേക്കിനും അത് സാറൊന്ന് ഉള്ളിലോട്ട് പോയിട്ട് ആ കൊച്ചു മോളെ ഒന്ന് കണ്ടിട്ട് അതിന് ശേഷം ബാക്കിയൊക്കെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നേ നമ്മുടെ മുത്തശ്ശനെ ഉള്ളിലേക്ക് വിടുന്നത്. പിന്നീട് നമ്മുടെ ബോഡിയൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. അതിന് ശേഷം ഇങ്ങനെ അഭി ഇങ്ങനെ സന്തോഷത്തിലൊക്കെ ആകുന്നുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ലെന്നൊക്കെ അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അഭി ഇങ്ങനെ നമ്മുടെ അനഘയുടെ ബന്ധുക്കളാന്ന് പറഞ്ഞ 2 പേരെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവർ ഇന്നത്തേക്കും നമ്മുടെ അഭിയുടെ ആളുകൾ തന്നെയാണ് ആ 2 പേരും. നമ്മുടെ കുഞ്ഞുമോളാണെങ്കിലും അമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിലൊക്കെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിന് ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അമ്മ എണീക്ക് അമ്മ എണീക്ക് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശം മുത്തശ്ശനും കൂടെ അങ്ങോട്ടേക്ക് കയറി വരും. നമ്മുടെ പുറകെ നമ്മുടെ അഭിയും കയറി വരും കേട്ടോ. അന്നത്തേക്കിനും ഇങ്ങനെ മുത്തശ്ശനും ആദർശമൊക്കെ ഇങ്ങനത്തെ ബോർഡ് നോക്കിയിട്ട് ഇരുന്ന് കൈയൊക്കെ കൂപ്പുന്നുണ്ട് കേട്ടോ. അതിനടുത്താണ് അതിൻ്റെ വമ്പൻ ട്വിസ്റ്റ് കേട്ടോ. നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശും അതുപോലെ അനഘയും തമ്മിലുള്ളൊരു ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ടേ. അപ്പോൾ ഇങ്ങനെ മാറി ഈ ഫോട്ടോയിലെല്ലാം നോക്കിയിട്ട് നമ്മുടെ അഭി ഇങ്ങനെ ഒരു ക്രൂരഭാവത്തോടു കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ആദർശിൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഉണ്ട്, അവർ തമ്മിൽ 2 ആളും ചേർന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്.
പിന്നെ ഇങ്ങനെ നമ്മുടെ അഭി ആലോചിക്കുകയാണ്, നമ്മുടെ അനക്ക ഇങ്ങനെ ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ അഭിയും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അഭിയുടെ കൂട്ടുകാർ വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും മോള് ഇങ്ങനെ പാവയ്ക്ക് കൊടുത്തിട്ടാണല്ലോ നമ്മുടെ അനക്ക ഉള്ളിലേക്ക് പോകുന്നത്. മോള് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആൾക്കാർ ഉള്ളിൽ ചെന്നിട്ട് ഇങ്ങനെ അനക്ക മുത്തച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പേര് പറയാൻ പോകുന്ന സമയത്ത് നമ്മുടെ അനക്കേനെ ആക്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് അനക്ക ആശുപത്രിയിലൊക്കെ ആകുന്നത്. ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും വല്ലാത്തൊരു അവസ്ഥയിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രണ്ട് ബന്ധുക്കളാന്ന് പറഞ്ഞു നിന്ന ഗുണ്ടകളെ പോലെയുള്ള ആൾക്കാരാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് അനഘനെ ഐസിയിലോട്ട് കയറ്റി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഗുണ്ടകൾ പറയുന്നുണ്ടായിരുന്നു, ഏതൊക്കെ ആൾ തീർന്നു, പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ഗുണ്ടകളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും വേറെ മറ്റേ ഗുണ്ട അവിടെ നിന്നിട്ട് പറയുകയാണ്, എന്താണ് നിങ്ങൾ മൂർത്തി സാറിനെ വിളിക്കുക, സാറ് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു പ്ലാൻ ചെയ്ത കളികളായിരുന്നു അവിടെ നടത്തിയിരുന്നത്. ഇങ്ങനെയൊക്കെ ആകുന്നതൊക്കെ നമ്മുടെ അഭി ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് കേട്ടോ. പിന്നീടാണ് നമ്മുടെ അഭി ഇങ്ങനെ മുഖം കൊണ്ട് നമ്മുടെ ഗുണ്ടകളുടെ അടുത്തേക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ തല കൊണ്ട്. അന്നേരത്തേക്കിനും നമ്മുടെ അഭിയുടെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ, സാറേ അങ്ങോട്ട് നോക്ക് സാറേ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആ ഫോട്ടോ, നമ്മുടെ ആദർശിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നതൊക്കെ മുത്തച്ഛനെ കാണുമ്പോഴത്തേക്കിനും അവർ രണ്ടാളും തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ആദർശ് ഞെട്ടുവാണ്, മുത്തശ്ശനും ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് നമ്മുടെ ആദർശിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്താടാ ഇതെന്ന് ചോദിക്കും കേട്ടോ. മുത്തശ്ശ, അത് എനിക്ക് ദൈവത്തിനാണ് സത്യം, എനിക്ക് അറിയത്തില്ലെന്ന് പറയും കേട്ടോ. എനിക്ക് ഈ ആളിനെ അറിയത്തുമില്ലെന്നൊക്കെ പറയാം. എന്നിട്ട് ഇങ്ങനെ ആദർശ് ബന്ധുക്കളാന്ന് പറഞ്ഞിട്ട് അടുത്തോട്ട് എന്താ ഇത് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അവിടെ അത് ഏതാ പെൺകുട്ടി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ഫോട്ടോ നോക്കി അറിയത്തില്ല, പറ്റിപ്പിടിച്ചിരിക്കുന്നത് ആരാണെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുവേ. എന്നിട്ട് ബന്ധുവാന്ന് പറഞ്ഞ് അവരിങ്ങനെ വാദിക്കുകയാണ് കേട്ടോ. അനന്തപുരിയിലെ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്തേ ആദർശ് പറയുന്നുണ്ട്, എന്തേ ആവശ്യമില്ലാത്ത പറയല്ലേ കേട്ടോ എന്നൊക്കെ പറയുന്നത് ചൂടാകുന്നുണ്ട്. ദേ കള്ളക്കഥകൾ മെനഞ്ഞിട്ട് ഞാനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കുട്ടിയുടെ പേരും എൻ്റെ പേരിനോട് ചേർത്ത് വെച്ച് തന്നു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അഭി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗുണ്ടകൾ ഇങ്ങനെ പറയുന്നുണ്ട്, അഭിയുടെ ഫ്രണ്ട്സുകൾ പറയുന്നുണ്ട്, ഈ സാർ ഇവിടെ വന്നിട്ട് പോകുന്നു കാണുന്നതൊക്കെ പറയുമ്പോഴത്തേക്കിനും ആദർശിനങ്ങ് രോഷം കൂടിയിട്ട് അവർ പോയിട്ട് കുത്തിന് പിടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ അഭി പറയുന്നുണ്ട്, അന്നേരത്തേക്കിനും ഈ സമയത്ത് പറയരുതാത്തതാണല്ലോ, എന്താണെങ്കിലും മരിക്കുന്നതിന് മുന്നേ ഇതുപോലൊരു തിരക്കഥ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടാണോ അവൾ മരിച്ചതെന്നൊക്കെ ഇങ്ങനെ അഭി നിന്നങ്ങ് വാദിക്കുകയാണ്. അന്നത്തേക്കിനും ആകെപ്പാടെ മൊത്തത്തിലൊരു സീന് അങ്ങ് മണക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ഒരു നല്ല രീതിയിലല്ലാതെ. എന്താണെങ്കിലും മുത്തച്ഛന് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വർത്തമാനമൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും അറിയാം, മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഭാഷയിൽ നിന്നിട്ട് ഈ ആദർശ് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മുത്തച്ഛനുണ്ട് കേട്ടോ. അതിന് ശേഷത്തേക്കിനും പറയുന്നുണ്ട്, ഈ മോളുടെ ഞാൻ ഇവിടെ വന്നിട്ട് പോകുന്നത് നിങ്ങളൊക്കെ കണ്ടെന്നല്ലേ പറയുന്നത്, അതിന് തെളിവുകളുണ്ടോയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ പറയുകയാണ്, മോർട്ടീസ് ജ്വല്ലറിയിൽ ഒരുപാട് ആളുകൾക്ക് സഹായമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു എമൗണ്ട് തന്നെ മാറ്റി വെച്ചിട്ട് സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യാം, അല്ലാതെ ഇതിൻ്റെ പിടിച്ചൊന്നും ഏറ്റെടുക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശെന്ന് വാദിക്കുകയാണ്. അപ്പോഴത്തേക്കിനും മുത്തച്ഛനും പറയും, അത് ശരിയാണ്, വ്യക്തമായൊരു തെളിവുകളില്ലാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോഴത്തേക്കിനും ഈ ഫോട്ടോ എങ്ങനെ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ ഇക്കാലത്ത് ഇങ്ങനെ രണ്ടുപേരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ കൂടി ചേർത്ത് വെക്കാനാണ് പാടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ മുത്തശ്ശൻ പറയുന്നത്, കുട്ടിയുടെ അങ്ങനെയാണെങ്കിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പം കുട്ടിക്ക് വേറെ ബന്ധുക്കൾ ആരും ഇല്ല, ഏറ്റെടുക്കാനൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആദർശ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. നിന്നെ കഴിഞ്ഞും വിശ്വാസമാണ് എനിക്ക് എൻ്റെ കൊച്ചുമോനെ, അതുകൊണ്ട് നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റത്തില്ല, എൻ്റെ കൊച്ചുമോൻ പറയുന്നതാണ് ഞാൻ വിശ്വാസത്തിലെടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മൂർത്തി സാറും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങളെല്ലാവരും ഇത് പറഞ്ഞല്ലോ, അതിപ്പോൾ ആദർശാണ് ഈ കുട്ടിയുടെ അച്ഛനെന്ന്, അങ്ങനെ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടീനെ ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്നും പറയുന്നുണ്ടേ. കള്ളം പറഞ്ഞതിന് അങ്ങനെയാണെങ്കിൽ ഞാൻ ശിക്ഷയും കൊടുത്തോളാം, പക്ഷേ വ്യക്തമായ ഇതില്ലാതെ രേഖകളൊന്നും ഇല്ലാതെ എൻ്റെ കൊച്ചുമോനെ പിതൃത്വമൊന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ മുത്തച്ഛനും പറയുന്നുണ്ട്.
അതിനുശേഷം നമ്മുടെ മുത്തശ്ശനും അതുപോലെ അബിയും ആദർശവും ഒക്കെ വെളിയിലോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബന്ധുക്കളും എന്ന് പറയുന്ന ഗുണ്ടകളും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടിങ്ങനെ മുത്തശ്ശനോട് പറയുകയാണ്, അത് ഈ മോട്ടീവ് ജ്വല്ലറിയുടെ MDക്ക് ഈ നാട്ടിൽ നിലയും വിലയൊക്കെ ഉള്ളതാണ്. അപ്പോഴത്തേക്കിനും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടെങ്കിലും നമ്മുടെ മൂർത്തി മുത്തശ്ശന് കാര്യം മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചെയ്യുക, നിങ്ങളുടെ ആരുടെയും വെല്ലുവിളിക്കൊന്നും ഞങ്ങളാരും ഒന്നിനും റെഡിയാവത്തില്ല. ബിസിനസ് പോയെന്നാലും കുഴപ്പമില്ല, നമ്മുടെ വില കാത്തു സൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വാടാ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ മോളിങ്ങനെ പുറകിൽ നിന്ന് വന്നിട്ട് വിളിക്കുന്നുണ്ട്. അച്ഛ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പം ഇങ്ങനെ തിരിഞ്ഞു നോക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ നമ്മുടെ ആദർശം ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. എന്താണേലും കുഞ്ഞു ഓടി ആരുടെ അടുത്തോട്ട് വരും എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അബി വിചാരിക്കുന്നുണ്ട് അബിയുടെ അടുത്തോട്ട് വരുമോയെന്ന്. അന്നേരത്തേക്കും നമ്മുടെ മോളിങ്ങനെ ഓടി വന്നിട്ട് ആദർശിൻ്റെ കാലിങ്ങനെ കെട്ടിപ്പിടിക്കും കേട്ടോ. എന്നിട്ടിങ്ങനെ ആദർശിൻ്റെ കൈ പിടിച്ചിട്ട് അച്ഛ എന്നെയും കൂടെ കൊണ്ടുപോകാം അച്ഛ എന്ന് പറഞ്ഞിട്ട് കരയുകയാണ് കേട്ടോ. ആദർശന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നില്ലേ. എന്നിട്ട് നമ്മുടെ അബിയാണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മുടെ മുത്തശ്ശൻ പറയുകയാണേ, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമുക്ക് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളുടെ ഈ കരച്ചിൽ സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാത്രം ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ കുഞ്ഞിൻ്റെ അടുത്തോട്ട് വരികയാണേ. അതുകൊണ്ട് മാത്രം, ഭീഷണിയുടെ പുറത്തല്ല, അതുകൊണ്ട് മാത്രം ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ മോളെ മുത്തശ്ശൻ ഇങ്ങനെ കയ്യിലെടുക്കുവേ. ഈ കുഞ്ഞിനോട് ഇവളുടെ അച്ഛൻ നീയാണെന്ന് ഇവളുടെ അമ്മ ഉൾപ്പെടെ ആരൊക്കെയോ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ കുട്ടീനെ കയ്യിലെടുത്തപ്പോൾ നമ്മൾക്ക് ആദർശം ഇങ്ങനെ മുത്തശ്ശാന്നിങ്ങനെ വിളിക്കുമ്പോഴാണ് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കുഞ്ഞിൻ്റെ മനസ്സിൽ വേരുറച്ച് പോയിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം നീ അനുസരിക്കണം മോനെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണേ. ഒരു കുഞ്ഞ് ഓടി വന്നിട്ട് കാലെ പിടിച്ച് കരയുമ്പോഴത്തേക്കിനും അതിനെ തട്ടി മാറ്റിയിട്ട് കളഞ്ഞിട്ട് പോകാൻ ഈ മുത്തശ്ശന് പറ്റില്ല എന്നും പറയുന്നുണ്ടേ. ഇങ്ങനെ കള്ളക്കളികൾ പറഞ്ഞുണ്ടാക്കുമ്പോഴത്തേക്കിനും ഈ കുഞ്ഞിനെ കൊണ്ടുപോകണം മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ അബിയും ചോദിക്കുകയാണ്. അതിനകത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങളാരും ഇനി ഒന്നും മിണ്ടണ്ട, ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയാണേ. എന്നിട്ട് മുത്തശ്ശൻ കുട്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മുടെ അബിയാണെങ്കിൽ മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കയ്യിലൊക്കെ മേടിക്കുന്നുണ്ട്. എന്നിട്ട് വണ്ടിയിൽ കയറി നമ്മുടെ അബിയുടെ മടിയിലൊക്കെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആദർശാണെങ്കിലും കുഞ്ഞിനെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മുത്തശ്ശന് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആണെങ്കിൽ അബിയുടെ അതുപോലെ അനഘയുടെ ബന്ധുക്കളാന്ന് പറഞ്ഞാൽ ഒരാൾ പറയുകയാണ്, ശവടക്ക് കഴിഞ്ഞിട്ട് കുട്ടീനെ വിട്ടാൽ പോരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കടാ, അവരാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നമ്മൾ നോക്കിയിരിക്കുക, നിന്നെ കൊണ്ട് അവരെ കൊണ്ടുപോകട്ടെ, എന്നിട്ട് ഈ ശവം നമുക്ക് കത്തിച്ച് കളയണം, അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് വേണം കാശ് എണ്ണി പറഞ്ഞ് മേടിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, വീട് ചെന്നിട്ട് മുത്തശ്ശൻ എന്ത് പറയും, ഞാനുമായിട്ടൊരു ബന്ധമില്ലാത്ത കേസാണിത്, നയനയോടും അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ എന്ത് പറയും എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ അബിയാണെങ്കിൽ ഇങ്ങനെ മുത്തശ്ശ ഞാനൊരു കാര്യം പറയട്ടെ, വണ്ടി ഒന്ന് സൈഡിലോട്ടാക്കാൻ പറയുന്നുണ്ട്. എന്തിനാടാ നീ പറയാന്ന് പറയേ, അല്ല മുത്തശ്ശ ഒന്ന് വണ്ടി സൈഡിലോട്ടാക്കുമെന്ന് പറയും കേട്ടോ. അങ്ങനെ വണ്ടി എന്നിട്ട് സൈഡിലോട്ട് ഇങ്ങനെ ആക്കുവേ. അന്നത്തേക്കിന് നമ്മുടെ മുത്തശ്ശനും ആദർശവും ഒക്കെ ഇറങ്ങുവേ. എന്നിട്ട് നമ്മുടെ മോളിനെയൊക്കെ വണ്ടിയിൽ തന്നെ ഇരുത്തും കേട്ടോ. മോളിവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നിട്ടിങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് പറയുകയാണ്, ഇതിപ്പം ആദർശേട്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്, നമ്മൾ പറയുന്ന പോലെയല്ല, ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നല്ല നമ്മുടെ കുടുംബത്തിൻ്റെ മാനം പോവും, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ അന്തസ്സും കിടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശൻ ഇങ്ങനെ അബിനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയും കേട്ടോ, ഇവൻ പറയുന്നതിനും കാര്യമില്ലാതില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു രണ്ടും കെട്ട അവസ്ഥയിലൂടെ ഞാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട്. എന്നിട്ടൊക്കെ നമ്മുടെ ആദർശം പറയുന്നുണ്ട്, ഇത് എൻ്റെ കുട്ടിയല്ല, എനിക്കിതിൻ്റെ കാര്യം ഏറ്റെടുക്കാനും പറ്റത്തില്ല, പക്ഷേ എൻ്റെയും അല്ല ഇവൻ്റേതും അല്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ അബിക്ക് വേണ്ടത് കുട്ടിയുടെ അച്ഛൻ അബിയാണെന്ന് പറയിപ്പിക്കണം. വീട്ടിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് തന്നെ പറഞ്ഞു മുത്തശ്ശ, കാരണം എനിക്ക് അത്യാവശ്യം പേരില്ലല്ലോ വെളിയിൽ, അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഫേമസ് ഒന്നും ആവത്തില്ല എന്നൊക്കെ ഇങ്ങനെ അബി പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുമ്പോൾ
പറയുമ്പോഴത്തേക്കിനും അഭി ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് ഇത് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോഴത്തേക്കിനും മുത്തശ്ശൻ പറയുന്നുണ്ട് കുട്ടിയുടെ മനസ്സിൽ ഇവൻ്റെ മുഖം പതിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കത് വണ്ടിയിലിരുന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അധികം താമസമൊന്നും വേണ്ട കുട്ടിയുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അത് അമ്മയ്ക്ക് തെറ്റിപ്പോയതാണ്, ഞാൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ കുട്ടീനെ നമുക്ക് വണ്ടിയിലിരുത്തി പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ ഇങ്ങനെ അഭി ഇങ്ങനെ തറപ്പിച്ച് തന്നെ പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തച്ഛൻ പറയുന്നുണ്ട് ആദർശേ അതൊരു പാവം കുഞ്ഞാണ്, തൽക്കാലം നമ്മുടെ അനന്തപുരി തറവാട്ടിൽ തന്നെ അത് വളരട്ടെ എന്നിങ്ങനെ പറയുവാണേ. കാര്യങ്ങൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ നീങ്ങട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട് കമ്പനിയുടെ വളർച്ചയ്ക്ക് അത് അത്യാവശ്യം തന്നെയാണെന്നും പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അഭി ഇങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുട്ടീനെ എടുത്ത് മടിയിലൊക്കെ വെച്ചിട്ട് പറയുക, ആദർശനെ നോക്കിയിട്ട് പറയും ഇതല്ല മോളുടെ അച്ഛൻ, ഞാനാണ് മോളുടെ അച്ഛൻ, അത് അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അല്ല ഇത് തന്നെയാണെന്നൊക്കെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും മുത്തശ്ശനും ആദർശം ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിന് ശേഷത്തേക്കിന് ഞാൻ തന്നെയാണ് മോളുടെ അച്ഛൻ, മോൾക്ക് ഇനി എന്താ വേണ്ടത്, നമുക്ക് കടലിറങ്ങിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കിനും പിന്നെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി വണ്ടി നേരെ ഏതൊക്കെയാണ് ശ്മശാനത്തിലേക്ക് വീട്, അവിടെ ചെന്നിട്ട് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശനോട് അങ്ങോട്ട് പൊക്കി പറയാനായിട്ട് ഇരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുക. അന്നേരത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട് അതൊക്കെ വേണം, അവിടെ ചെന്നിട്ട് ഇനി ഒരു സീൻ ഉണ്ടാക്കണോ എന്നിങ്ങനെ ആദർശം ചോദിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദാവനത്തിൽ നമ്മുടെ അച്ഛനും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആർട്ട് വർക്കൊക്കെ ചെയ്യുക കേട്ടോ. പെട്ടെന്നാണ് ഉള്ളിൽ നിന്ന് അമ്മ എന്നൊക്കെ നമ്മുടെ നവ്യ ഇങ്ങനെ വിളിക്കുകയാണ്, കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പോഴത്തേക്കിനും നവ്യ മോളാണല്ലോ വിളിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ പറഞ്ഞ് അയ്യോ വേദനയുണ്ട്, നടുവേദന നല്ലൊരു വേദന എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് നമ്മുടെ നവ്യ വരികയാണ് കേട്ടോ. നല്ല പെയിനുണ്ടോ മോളെന്നൊക്കെ ഇങ്ങനെ അമ്മയും ചോദിക്കുന്നുണ്ട്. എന്നാൽ മോൾ പെട്ടെന്ന് റെഡിയാവും, നമുക്ക് ആശുപത്രിയിൽ പോകാമെന്നൊക്കെ ഇങ്ങനെ കൂവന്തം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അല്ല ഇപ്പോൾ വേണ്ട, അഭി വരട്ടെ, അവനോട് വിളിച്ച് പറഞ്ഞാൽ മതി, അവൻ വന്നിട്ട് എന്നെ കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കനക ചോദിക്കുന്നുണ്ട് എന്താ ഞങ്ങൾ കൊണ്ടുപോയെന്നാൽ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ കനക ചോദിക്കുന്നുണ്ട്. അതല്ല അവൻ വരട്ടെ ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് അഭി എന്തെങ്കിലും തിരക്കിലൊക്കെ ആയിരിക്കും, അപ്പോൾ പതിയെ വരട്ടെ നമുക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നവ്യ ഇങ്ങനെ വേദനിച്ച് കിടക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഓക്കെ, താങ്ക്